പാവം നമ്മുടെ മാമിന് ഇവിടെ ഓഫീസ് ബോയ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ സ്റ്റാഫുകൾ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കണത്രേ. ജോലി തിരക്കിനിടയിൽ കൊടുക്കാൻ മറന്നുപോയാ അതിനും നമ്മളെ വഴക്ക് പറയും. മുമ്പ് എപ്പോഴെങ്കിലും ഈ ഓഫീസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഇനിയെങ്കിലും മേഡം ആരെയൊക്കെ എന്തൊക്കെ ജോലിയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രം ചെയ്യിച്ചാ മതി. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരില്ലേ? നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റാ, ശരിയല്ലേ മാം? വീഡിയോ എടുക്കണോ? നീ ആരാണെന്നാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നെ? ലുക്ക്, നിന്റെ ജോലി എന്താണോ അത് മാത്രം ചെയ്താ മതി. ഗൈസ്, ഗെറ്റ് ബാക്ക് ടു വർക്ക്. അതെന്തായാലും നന്നായി പ്രിയ. ബട്ട് അവരെങ്ങാനും ബോസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്താലോ? തെറ്റ് ചെയ്ത് ഞാനാണോ? അത് അവളല്ലേ? പ്രിയ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവള് ചെയ്തത് തെറ്റാന്ന്. അതുകൊണ്ടാ റെക്കോർഡ് ചെയ്ത വീഡിയോ അവള് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ രംഭ കളിച്ചേനെ. ഇത്ര അഹങ്കാരമാണോ ഇവറ്റകൾക്ക്? എന്നോട് കളിക്കാൻ നിൽക്കുന്നോ? കാണിച്ചു തരാൻ ഞാൻ. ഫ്രണ്ട്, എവിടെയാ നിന്റെ വീടിന്റെ അഡ്രസ്? ഞാനാണെങ്കിൽ തെരഞ്ഞു മടുത്തു പോയി ഫ്രണ്ട്. എവിടെയാ ഫ്രണ്ട് നീ? ദൈവമേ, എന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തിക്ക് ദൈവമേ. പ്ലീസ് ദൈവമേ, എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാനല്ലേ. പ്ലീസ് പ്ലീസ് ഭഗവാനെ, പ്ലീസ് പ്ലീസ് ഭഗവാനെ, പ്ലീസ്. മോളെ, അങ്ങനൊന്നും വണ്ടി കയറി ഇരിക്കാൻ പാടില്ല കേട്ടോ. വണ്ടി അങ്ങ് മറിഞ്ഞു വീണാലോ. പോസ്റ്റ് ഗാർഡ് അങ്കിൾ, അങ്കിൾ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും പോസ്റ്റ് എത്തിക്കുന്നതല്ലേ? എന്നെ ശ്രീറാം ദേശായിന്റെ വീട്ടില് ഡ്രോപ്പ് ചെയ്യോ? ആരാ മോളെ നീ? ആരാത് ഈ ശ്രീറാം ദേശായി? എന്റെ പേര് സിഹി, SIHI, S ക്യാപിറ്റൽ. ശ്രീറാം ദേശായി എന്റെ ഫ്രണ്ടാ. അവന് വലിയ ബോസാ. അവനെ ടിവിയിലൊക്കെ കാണിച്ചിരുന്നു. അവന്റെ അടുത്ത് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. വേണേ ഞാൻ നിങ്ങൾക്ക് പൈസയൊക്കെ തരാം. എന്റെ അടുത്തുള്ള പിക്കി ബാങ്കിൽ കുറെ പൈസയുണ്ട്. മോളെ, അങ്ങനെയൊന്നും ആരെയും കൊണ്ടുപോകാൻ പാടില്ല. അല്ല, മോളുടെ വീട് എവിടെയാ? സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണോ? സ്കൂളിൽ നിന്ന് ചാടി പോന്നതല്ലേ? എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാ. പ്ലീസ് അങ്കിൾ, എന്നെ ഒന്ന് കൊണ്ടുപോവോ? ഇല്ലെങ്കിൽ ഞാൻ കരയും അങ്കിൾ. അയ്യോ മോളെ, അങ്ങനെ കരയല്ലേ. ആരത് ശ്രീറാം ദേശായി? ഓ, അന്ന് ടിവിയില് ആക്സിഡന്റ് സംഭവിച്ചെന്നും പറഞ്ഞ് ഒരു ന്യൂസ് വന്നതല്ലേ? അദ്ദേഹമാണോ? അവന് ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ആണോ? അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾക്ക് എല്ലാ അഡ്രസ്സും അറിയുന്നതല്ലേ പോസ്റ്റ് ഗാർഡ് അങ്കിൾ? ഓ, ഞാൻ പോസ്റ്റ് കാർഡ് അങ്കിളല്ല, പോസ്റ്റ്മാൻ അങ്കിളാ. അതായത് പോസ്റ്റ്മാൻ, മനസ്സിലായോ? ശരി പോസ്റ്റ്മാൻ അങ്കിൾ. പക്ഷേ മോളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല മോളെ. നീ നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വേണം പോവാൻ. സീതമ്മ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അങ്കിൾ. അവരെന്നെ കൂട്ടാതെ പോകുന്നു, അറിയോ? ഓഹോ, അപ്പൊ ഓൾറെഡി നിന്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ മോൾ എന്നോട് അവിടെ എത്തിച്ചേരാൻ പറയുന്നത്? അപ്പോ ഇപ്പൊ മോളുടെ വീട്ടിൽ ആരും ഇല്ലേ? കളവ് പറഞ്ഞ സീതമ്മയ്ക്ക് വിഷമാവും. പക്ഷെ നല്ല ഉദ്ദേശത്തില് സത്യം മറച്ചു വെക്കുന്നത് നല്ലതാണെന്നാ സീതമ്മ പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്ത് തന്നെ ഞാൻ സംസാരിക്കട്ടെ. നമ്പർ പറഞ്ഞേ. 123456. ഇത് കൊള്ളാം. അപ്പൊ നിനക്ക് നിന്റെ അമ്മയുടെ നമ്പർ അറിയില്ലേ? പ്ലീസ് ഡ്രോപ്പ് ചെയ്യ അങ്കിൾ. നിന്റെ അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, മോള് വന്ന് വണ്ടി കയറ്. താങ്ക് യു പോസ്റ്റ്മാൻ അങ്കിൾ. ഒരു മിനിറ്റ് നിൽക്ക്. എന്തെങ്കിലും ആവട്ടെ, നിന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് വെച്ചേക്കാം. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ തലയിൽ അവരുത്. അതിന് വേണ്ടിയിട്ടാ. വാ. हाँ सर. ओके सर, थैंक यू. പോലീസാടാ വിളിച്ച്. നിനക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തിനടുത്തുള്ള ഷോപ്സിന്റെ CCTV ഫുട്ടേജസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. നിനക്ക് ആക്സിഡന്റ് ആയ സമയം തൊട്ട് നീ മാത്രമായിരുന്നു എൻ്റെ പ്രയോറിറ്റി. വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അതാ ഇപ്പൊ സംസാരിച്ചേ. എടാ, അന്ന് ആക്സിഡന്റ് സംഭവിച്ച ദിവസം നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ടെങ്ങാനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും നിനക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? ട്രൈ ചെയ്യ് പ്ലീസ്. സീത, പോയ ശേഷം ഓക്കെ. സീതയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആക്സിഡന്റ് സംഭവിച്ച ശേഷം ഓർമ്മയില്ലല്ലേ? എടാ, നിന്നെ വന്ന് ഇടിച്ചതൊരു XUV ആണ്. അത് ട്രേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. അത് തന്നെയാ അവര് പറയുന്നത്. വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായിരുന്നു. ഡ്രൈവർ കുടിച്ചിരുന്നത്രേ. സോ ഇത് മനഃപൂർവ്വം ഇടിച്ചതല്ല, കോയിൻസിഡൻസ് എന്നാണ് പോലീസ് പറയുന്നത്. അതുമല്ലാതെ ഡ്രൈവറിനും യാതൊരു ക്രിമിനൽ ഹിസ്റ്ററിയും ഇല്ലാന്ന്. ബട്ട് എനിക്ക് ശരിക്കും ഡൗട്ടുണ്ട്. ഇത് കോയിൻസിഡൻസ് അല്ല, ആരോ വേണോന്ന് വെച്ച് ചെയ്തതാ. നീ ഒന്ന് ശ്രദ്ധിക്കണേടാ. ഞാനുണ്ടെന്നോ? എടാ മോനെ, ഞാനൊന്നും തന്നാലുണ്ടല്ലോ നീ സീതയുടെ വീട്ടിൽ പോയി കിടക്കുന്നീ. അതേടാ, ഞാനുണ്ട്, ഗൺമാനുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം? കൃത്യമായിട്ട് എല്ലാവരുടെയും കണ്ണുപിടിച്ച് പോയതല്ലേ നീ. ഏയ് ചിരിക്കേണ്ട നീ. നിന്നെ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ ജീവൻ പോയ പോലെ ഉണ്ടായിരുന്നു. ശരി, അന്ന് സീതയുടെ അടുത്തെല്ലാം പറഞ്ഞിരുന്നോ? ശരി, അതോട് ഇനി 1-2 ദിവസം കൊണ്ട് സംസാരിക്കാൻ പറ്റുമല്ലോ, അന്ന് പറയാം. ബട്ട് സീത നിന്നെ കാണാനവിടെ വന്നിരുന്നു. നിനക്ക് ആക്സിഡന്റ് ആയ ഉടനെ അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് സിഹിയുടെ കൂടെ രാത്രി ഒരു തവണ കൂടി വന്നു. കുങ്കുമെല്ലാം തൊട്ട് തന്നു. ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിനക്ക്. ഇതെല്ലാം 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 അങ്കിളെ, നിങ്ങൾ എന്തിനാ മോട്ടോർ സൈക്കിളിൽ പോകുന്നത്? നിങ്ങൾ സൈക്കിളിലല്ലേ പോകുന്നത്? ഈ ബാംഗ്ലൂരിലെ തിരക്ക് വെച്ച് നോക്കുമ്പോഴേ ഈ വണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഹെലികോപ്റ്റർ വെച്ച് തരേണ്ടതാ സർക്കാർ. സർക്കാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നിനക്ക്? സർക്കാർ എന്ന് വെച്ചാ അത് വിട്ടുകളാ. എനിക്കും വലിയ പിടിയൊന്നുമില്ല. പിന്നെ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ? ഭാഗ്യമെന്ന് പറയണം. ഈ വണ്ടിയെങ്കിലും തന്നല്ലോ, അങ്ങനെയെങ്കിലും കുറച്ച് സന്തോഷിക്കാം. നീ ചിലപ്പോ ഈ പോസ്റ്റ്മാന്റെ ചിത്രം നീ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെങ്ങാനും കണ്ടിട്ട് ഈ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞതാണല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾ എന്റെ ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഞാനും ഇതൊക്കെ വായിച്ചു പഠിച്ച നമ്മളെ ഇവിടെ വരെ എത്തിയത്. അങ്കിൾ, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഹെലികോപ്റ്റർ ഉണ്ട്. ഞാൻ അവനോട് ഒരു ഹെലികോപ്റ്റർ തരാമോന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്കും ഹെലികോപ്റ്ററിൽ പോയി
പോസ്റ്റ് കാർഡ് കൊടുക്കാലോ. ഞാനും ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ഫുള്ള് കാണാം അങ്കിൾ. ഓ ആണോ? ഇതാ മോളെ നീ പറഞ്ഞ ദേശായി വീട്. സത്യമായിട്ടും നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടോ? കുറച്ച് കഴിയുമ്പോ അങ്കിൾ എന്റെ അമ്മ ഇവിടെ ഇല്ല, എവിടുന്നാണോ എന്നെ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടാക്കാൻ പറഞ്ഞ് ഇടങ്ങറൊന്നും ആക്കില്ലല്ലോ അല്ലേ? നിങ്ങൾ വളരെ നല്ലവനാ പോസ്റ്റ്മാൻ അങ്കിൾ. താങ്ക് യു പോസ്റ്റ്മാൻ അങ്കിൾ. അതൊക്കെ കൊള്ളാം. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നിന്നെ ഒരു കാരണവശാലും കൊണ്ടുപോകില്ല കേട്ടോ. നീയേ ചെറിയ കുട്ടിയാ, അല്ലെങ്കിൽ തന്നെ ലോകം ശരിയല്ല. അങ്കിൾ, ഇതിനകത്ത് കുറെ പൈസയുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുത്തോ. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേനാ. എന്റെ വകയായിട്ട് നിന്റെ പിഗി ബാഗ് കളക്ഷനിലേക്ക് ഇതായതോടെ. എന്നാ പോട്ടെ. താങ്ക് യു പോസ്റ്റ്മാൻ അങ്കിൾ. വാവ്, എത്ര ബ്യൂട്ടിഫുൾ വീടാ. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിനേക്കാളും വലുതാ. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് റിയൽ പാലസ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാ. ആരാ മോളെ നീ? ആന്റി, എന്റെ പേര് സിഇ. SIHI. S ക്യാപിറ്റൽ. ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, അനിക്കുട്ടനെ കാണാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. വാ മോളെ. താങ്ക് യു ആന്റി. ജൂനിയർ പ്ലെയർ, ഇതെന്താ ഇങ്ങനെ? ഇതെന്താ സ്റ്റേഡിയത്തിൽ ഇറങ്ങി കളിക്കുന്നേ? ആരാ നീ? എന്റെ പേര് സിഇ. ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. സബാഷ്. എന്റെ മകനെ കാണാൻ ഇപ്പോഴേ ഗേൾ ഫ്രണ്ട്സ് വന്നു തുടങ്ങിയല്ലോ. അവൻ എന്തായാലും നല്ല നിലയിലെത്തും. നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്കൂള് കട്ട് ചെയ്തതാണോ? അല്ല അല്ല. അല്ലേ? എനിക്കെന്തോ ഡൗട്ട് അടിക്കുന്നുണ്ടല്ലോ. ശരി, നീ വാ വാ. ഭാർഗോ, 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 ഒന്നിങ്ങ് വന്നേ. നിന്റെ മകന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ചേട്ടാ, ചേച്ചി വീട്ടിലില്ല, ലേഡീസ് ക്ലബിൽ പോയിരിക്കാം. അടിപൊളി. എടാ അനിയ, വീണ്ടും മറ്റേ ലേഡീസ് ക്ലബ്ബ്. നമ്മുടെ റാമിനെ നോക്കാൻ വേണ്ടി ഡോക്ടർ വീട്ടിൽ തന്നെ ഉള്ളപ്പോ ഞാൻ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ? എല്ലാരും അവരുടെ ജോലിയെല്ലാം നോക്കിയിട്ട് പോയ ശേഷം ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിക്കോളാമെന്നാ പറഞ്ഞത്. ഈ ഗെയിം വിട്ട് വേറെ വല്ല ഗെയിമും കളിക്കാൻ പോയതായിരിക്കും. എന്നാലും എൻ്റെ മോൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ടിനെ കണ്ടില്ലേ? ക്യൂട്ട് മോളെ. അങ്കിൾ, എന്റെ ഫ്രണ്ടിന്റെ റൂം എവിടെയാ? നിന്റെ ഫ്രണ്ടിന്റെ മുറി മോളിലാണല്ലോ. പക്ഷേ അവൻ ഇതുവരെ വന്നില്ലല്ലോ.
ഇറ്റ്സ് ഓക്കെ അങ്കിൾ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. യെസ് ഓക്കെ. നാനാന ഇട്ടാൽ അത് നടന്ന് വിട്ടാൽ. അല്ല, എന്താ മോളെ നിന്റെ പേര്? എന്റെ പേര് സിഹി, SIHI, എസ് ക്യാപിറ്റൽ. സാധന, ആ കുട്ടിയെ കണ്ടോ, എത്ര ക്യൂട്ടാണല്ലേ. അനിയുടെ ഫ്രണ്ടാ അത്രേ. പാവ, അവക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. ഓ കൊടുക്കാലോ, പിന്നെ ഞാനെന്തിനാ ഇവിടെ? ഭക്ഷണവും പാചകവും കോഫി ടീ ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കി തരാനല്ലേ. ഉണ്ടാക്കി തരാം, ഉണ്ടാക്കി തന്നോണ്ടേ ഇരിക്കാം. ഏയ് അല്ല, നിനക്ക് എന്ത് പറ്റി? അല്ല, ഇതിപ്പോ ഞാൻ എന്തു പറഞ്ഞിട്ടാ? ഒന്നുമില്ല. ഇപ്പൊ എന്താ, കോഫി വേണോ അല്ലേ? അത് ഞാൻ ഉണ്ടാക്കി തരാം, മതിയല്ലോ. എന്തോ ഒരു ഇടങ്ങാറുണ്ടല്ലോ. ഹായ് യശു അങ്കിൾ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എപ്പോഴാ വന്നേ? എന്തിനാ വന്നേ? സീതമ്മ വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്കാ വന്നു. ഒറ്റയ്ക്കോ? എങ്ങനെ വന്നു? പോസ്റ്റ്മാൻ അങ്കിളുടെ കൂടെ. പോസ്റ്റ്മാൻ അങ്കിളുടെ കൂടെയോ? അയ്യോ സീ, നീ ഇങ്ങോട്ട് വന്നപ്പോ ഈ വീട്ടിലുള്ള ആരും നിന്നെ കണ്ടില്ലല്ലോ അല്ലേ? സത്യം ചെറിയച്ചനും വിഷ്ണു ചെറിയച്ചനും ഒക്കെ അവളോട് സംസാരിച്ചോണ്ടിരുന്നേ. സിഹി, നീ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഒറ്റയ്ക്ക്? എന്താ, ഞാൻ വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഫ്രണ്ടിനെ കാണാൻ പാടില്ലേ? എന്റെ ഫ്രണ്ടിന്റെ റൂം എവിടെയാ? ദേ അവിടെ ഉണ്ട്, പോ ചെല്ല്, അവിടെ ഉണ്ട്, പോ. പപ്പജി, ഇവള് വലിയ റിസ്ക് എടുത്തിട്ടാ ഇവിടെ വന്നത്. ഒറ്റയ്ക്കാ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇപ്പൊ പറയുന്നു വിശ്വമാവനും സത്യമാവനും ഒക്കെ എവളോടാ സംസാരിക്കായിരുന്നെന്ന്. അതിനവൾ അനികേതന്റെ ഫ്രണ്ടല്ലേ. ഏട്ടൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? അനികേതന്റെ ഫ്രണ്ടല്ല പാപ്പാജി, ഞാൻ റാമിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ഇവളാ സീതയുടെ മകള് സിഹി. അയ്യോ, ആണോ ഏട്ടാ? അല്ല, ഈ വീട്ടിലുള്ളവരൊരു കുട്ടിയുള്ള പെണ്ണിനെ ശ്രീരാമേട്ടന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്നാണോ? ഈ വീട്ടില് ഒരാൾക്ക് പോലും സീതയ്ക്ക് സിഹി എന്നൊരു മകളുള്ള കാര്യം അറിയില്ല. അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ആദ്യം സീതയും റാമും പരസ്പരം പ്രണയം പറഞ്ഞ് ഒരു ടീമാകണം, എങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തൊക്കെ കുസൃതിയാന്ന് കണ്ടോ പാപ്പാജി? ഒറ്റയ്ക്കാ വന്നു പോസ്റ്റ്മാൻ അങ്കിളുടെ കൂടെ നിന്ന്. ഹേ റാം, നീ അവിടെ എന്തു ചെയ്യുവാ? ഓരോ വന്നിരിക്കുന്നെന്ന് അറിയാമോ? ഹായ് ഫ്രണ്ട്.
ഹായ്. What a pleasant surprise. നീ ഇവിടെ വീട്ടിലേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. വാ ഇവിടെ. ഫ്രണ്ട് നിനക്ക് മുറിവുള്ളതല്ലേ? ഞാൻ കേറിക്കോട്ടെ? ആ. നീ ഇപ്പൊ ഇങ്ങ് വന്നില്ലേ, എല്ലാം ഭേദമായിട്ടുണ്ട്. ആ ആ. ഹൈഫൈ. എന്താ രാമേട്ട ഇത്? ഏട്ടൻ ഓൾമോസ്റ്റ് നോർമലായി സംസാരിക്കുകയാണല്ലോ. ആ, അതെ